guys, good morning. So today നമ്മൾ മൈസൂർ പോകുന്നൊരു വ്ളോഗാണ് കാണിക്കുന്നത്. മോർണിംഗ് ആയതുകൊണ്ട് I hope this is audible. Welcome back to my YouTube channel. So from Satellite Junction, we have taken a public transport to Mysore. അപ്പോൾ ഇത് കർണാടക സിറ്റിസൻസിനാണെങ്കിൽ ഫ്രീ ആണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ബട്ട് സിൻസ് ഐ എം നോട്ട് എ കർണാടക സിറ്റിസൺ ഐ ഹാവ് ടു പേ. അപ്പോൾ ഞാൻ ഇവിടെ പേ ചെയ്തത് 160 റുപ്പീസാണ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് 4 hours. കാരണം അത് ഹൈവേ വഴിയല്ല പോകുന്നത്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ മൈസൂർ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ സ്ഥലമൊക്കെ എവിടെയോ കണ്ടതുപോലെ തോന്നില്ലേ? എനിക്കും തോന്നുന്നുണ്ട്, പക്ഷേ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ ചെയ്തു. പക്ഷേ ഗൂഗിളും എന്നോട് പറയുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന മലയാളം മൂവിയാട്ടോ. അപ്പോൾ ഇതറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക, അതാകുമ്പോൾ ഞാനും ഒന്നറിയുമല്ലോ. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയിലാണ് ഇവിടെ വരെ വന്നത്. ഇവിടുത്തെ ഓട്ടോ ചാർജസ് ഒക്കെ ഭയങ്കര മിനിമലായിരുന്നു ആൻഡ് ബാംഗ്ലൂർ പോലെ അത് എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ചാമുണ്ഡി ടെമ്പിൾ. സോ ചാമുണ്ഡി ടെമ്പിൾ ഈസ് ഇൻ ചാമുണ്ഡി ബെട്ട. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഈ ബെട്ട? ബെട്ട മീൻസ് ഹിൽസ് ഇൻ കന്നഡ. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോഴേ മനസ്സിലാവും ഈ ടെമ്പിൾ ഇരിക്കുന്നത് ഒരു ഹില്ലിലാണ്. അപ്പോൾ നമ്മളത് പോകുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ്. കാരണം ഐദർ 2-wheeler ഓർ ബസ്. അതാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യൂസ് കാണാൻ പറ്റും. ഓട്ടോ അങ്ങനെ പ്രിഫേർഡ് അല്ല, കാരണം നമ്മൾ ഓട്ടോയിൽ കാഴ്ചകൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. സോ 2-wheeler ഉള്ളതാണ് ഏറ്റവും നല്ലത്. എന്താ ഈ 2-wheeler പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവിടെ വണ്ടി നിർത്തി നിങ്ങൾക്ക് അവിടുത്തെ ആ കാഴ്ചകളൊന്നൊരു 5 മിനിറ്റോ 10 മിനിറ്റോ എത്ര സമയമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ഇതവിടെ നമ്മൾ ഈ ദേവിക്ക് കൊടുക്കാനുള്ള പ്രസാദമാണ് ഇതെല്ലാം. ഹായ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇവിടെ അർച്ചനയ്ക്ക് വെക്കുന്നതാണ്. അപ്പം നമ്മളിവിടെ പേ ചെയ്യണം, എന്നിട്ട് നമ്മളതും കൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂരും ഒക്കെ പോലെയാണ്. ഇവിടെ നമ്മൾ ടോക്കൺ എടുത്താൽ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ പോകാം, കാരണം അത്ര തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ 100 രൂപയുടെ ടോക്കണാണ് എടുത്തത്. എന്നിട്ടും നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു ആൻഡ് അത് വേഗത്തിൽ തന്നെയാണ് പോയത്. ദർ ഇസ് എ സ്റ്റോറി ബിഹൈൻഡ് ദിസ് ടെമ്പിൾ. അപ്പോൾ ഒരു അസുരനുണ്ട്, മഹിഷാസുരൻ എന്നാണ് പേര്. ഈ മഹിഷാസുരന് ഒരു ബൂൺ കിട്ടും. ബൂൺ മീൻസ് വരം, അതായത് നോ മാൻ കുഡ് കിൽ ഹിം. ആൻഡ് ഈ മഹിഷാസുരൻ അതിനെ അങ്ങ് മിസ്യൂസ് ചെയ്യും. അപ്പോൾ പാർവതി ദേവിയുടെ ഒരു ഫോമാണ് ചാമുണ്ഡി ദേവി എന്ന് പറയുന്നത്. ഈ മഹിഷാസുരനെ വധിക്കും. 9 ദിവസം എടുത്താണ് വധിക്കുന്നത്. അതിനെയാണ് ദശറ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഹോൾ സിറ്റിനെ മഹിഷാസുര ഊര് എന്ന് പറയുന്നത്, അഥവാ മൈസൂരു. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് വിനായക മൈലാരി എന്നൊരു കടയിലാണ്. ഈ കടയിൽ ദോശ മാത്രമേ ഉള്ളൂ. ബീങ് എ ദോശ ഫാൻ, ഞാൻ പറയാം, നിങ്ങൾ മൈസൂർ വരികയാണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. അറ്റ്ലീസ്റ്റ് ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആൻഡ് ലെറ്റ് മീ നോ, because it's really nice. Coming back to the destination 2, that is Mysore Palace. അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ പുറത്തൂടെ നമ്മൾ പോകുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഗേറ്റൊക്കെ കാണാം, പക്ഷേ ഇതുവഴി നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഗേറ്റ്, അതിനകത്തോടെ നോക്കുമ്പം ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ആണിത്. കണ്ടോ? അപ്പോൾ ഇത് പാലസിൻ്റെ എൻട്രിയാണ്. അവിടെ ഒരു കൗണ്ടറുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ കൗണ്ടറിൽ നമ്മൾ ഒരാൾക്ക് 120 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ അടയ്ക്കണം, എന്നാലേ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അതൊരു എൻട്രി ഫീ ആണ്. നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് അവിടെ റെസിപ്റ്റൊക്കെ കാണിച്ചു. അതിനുശേഷം അവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗൊക്കെ അവർ ചെക്കിങ്ങിന് മേടിക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ മൈസൂർ പാലസ്. ഇത് ഈ പോകുന്ന ചേട്ടനെ കണ്ടു, ഒരു ക്യാമറയും കൊണ്ട് അവർ പോകുന്നത്. അവർ നമുക്കൊരു 100 രൂപ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് വിത്തിൻ 2 minutes അവർ നമുക്കത് ഫോട്ടോ ആയിട്ട് കൈ തരും. സോ ദാറ്റ് നമുക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം. സോ ഞാനത് എടുത്തിട്ടുണ്ട്. ഞാനത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും എന്താ സംഭവിക്കുന്നത്. ഒരു മഴക്കോളുണ്ടായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു ആൻഡ് മഴ പെയ്തു. അവിടെ നിന്ന് ആളുകളൊക്കെ ഓടുമായിരുന്നു മഴ കാരണം. നമ്മുടെ ബാറ്റിലൊക്കെ ഇത് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ കാണിച്ചൊരു ഗേറ്റാണ്. അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ കൊട്ടാരം കാണാം.
നേരത്തെ കാറ്റുമായിരുന്നു, ഇപ്പോൾ അവിടെ മഴയും പെയ്തു. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ ഒരു കൗണ്ടറുണ്ട്, അവിടെ നമ്മൾ കൊടുക്കണം. നമ്മുടെ ചെരുപ്പ് ബാഗ് അവിടെ അകത്ത് നമുക്ക് കൊണ്ട് കയറാം, പക്ഷെ ചെരുപ്പ് നമ്മളിടാൻ പാടില്ല. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തു ആൻഡ് അവർ നമുക്കൊരു കൂപ്പൺ തന്നു. നല്ല മഴയായിരുന്നു, നന്നായിട്ട് നനഞ്ഞു. പാലസിൻ്റെ അകത്ത് ഇവിടെ ഇവർ അത്യാവശ്യം നല്ലൊരു സേഫ്റ്റി പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യുന്നത്. വീണ്ടും ചെക്കിംഗ് ഉണ്ടായിരുന്നു അവിടെ. ഫൈനലി ഞങ്ങൾ അകത്തോട്ട് കയറി, പക്ഷെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അന്ന് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കും. ഈ പാലസിനെ പറ്റി ഒരു വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഞാനിതിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയും. ബിക്കോസ് അതിൻ്റെ ഇൻറ്റീരിയർ ആയാലും പുറത്തുനിന്ന് നോക്കുമ്പോഴായാലും അത്ര ഭംഗിയാണ്. ഇത് 1912 ശരിക്കും പറഞ്ഞാൽ ഇത് തീ പിടിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരാണ് അതിനെ റീബിൽഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവിടെ ഒരു കടയിൽ ഗോബി മഞ്ചൂരിയൻ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾ പോയി. പതിയെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടതിലൊരു പാർട്ട് ഓഫ് വ്യൂസ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെയും കാണിക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. സോ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. ബൈ ബൈ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.